ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിന് മുന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തെല്ലാം വാങ്ങിയെന്നുള്ളത് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാത്തതിന് കാരണം ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കാണിച്ചില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്കിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഡ്രസ്സൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഡ്രസ്സൊക്കെ നമ്മള് ഫംഗ്ഷൻ വരുമ്പോൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ സാധനങ്ങളും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുന്ന എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് മീഷോ ഹോളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അല്ലേ. അപ്പൊ അത് ആദ്യം കാണിക്കാം കേട്ടോ. മീഷോന്ന് എന്തൊക്കെയാ വാങ്ങിയിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ മീഷോന്ന് ആദ്യം ഫൈവോട്ടിക്ക് വാങ്ങിയത് ഒരു അടിപൊളി മാലയാണ് കേട്ടോ. ഇതിൽ രണ്ടാണ് പാക്കിംഗ് വരുന്നത്. രണ്ട് മാലയാണ്. രണ്ട് മാലയും അതിന് മാച്ചായിട്ടുള്ള കമ്മലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സിമ്പിൾ ആണ്, ഫുൾ സ്റ്റോൺ ആണ്. ഇതിങ്ങനെ നെക്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഒന്ന് ഈ ടൈപ്പാണ്, ചെറുതാണ്. ഞാൻ എന്നാലും വെച്ച് കാണിച്ചു തരാം. ഇതിൽ വരുന്നത് ബീഡ്സും സ്റ്റോണും കൂടിയാണ് കേട്ടോ. നല്ല രസമാണ്. അടുത്ത നമ്മൾ മീഷോ എന്ന് വാങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മെഹന്തി നൈറ്റിൽ നമ്മൾ ഗ്രീൻ കളർ കോഡാണ് എല്ലാവരും ഇടുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ഒരു ഇത് സ്റ്റോണും പെയിന്റും കൂടി വരുന്നതാണ് കേട്ടോ. ഫുൾ സ്റ്റോൺ അല്ല, ബീഡ്സും അതുപോലെ സ്റ്റോണും. കളറ് ഗ്രീൻ കളർ പെയിന്റ് ആണെന്ന് കാണുമ്പോ പെയിന്റിങ് പോലെയൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സാരി എടുക്കേണ്ട ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി കിഡിലെ ഇയറിംഗ് സെറ്റിന്റെ ഇത് എന്താ ഇതിന് പേര് പറയാ, മാട്ടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അതിന്. ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല അത്, പക്ഷെ ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ട് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് 4 എണ്ണമാണ് കേട്ടോ വരുന്നത്. 4 മോഡലാണ് വരുന്നത്. ഇത് ഞാൻ എന്റെ സിസും ഞാനും പാടെ ഓർഡർ ചെയ്തതാണ്. കാരണം 4 എണ്ണം വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 2 എണ്ണം അവൾക്കും 2 എണ്ണം എനിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കേട്ടോ. ഇത് ഒരു മോഡൽ. ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം, കാരണം 2 എണ്ണം അവളുടെ അടുത്താണ്. ഇത് എന്റെ അടുത്ത് ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട്, ഇത് ഇത്തിരി ചെറുതാണ്. അതുകൊണ്ട് ഞാൻ 5 ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷെസോട്ടിനൊക്കെ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറെ മുന്നേ ഓർഡർ ചെയ്ത് വന്ന സാധനങ്ങളാണ്. ഞാൻ എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 1 by 1 ആയി വീഡിയോ ഇടുന്നതിനേക്കാൾ നല്ലതല്ല ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ എല്ലാം പോലെ കാണിക്കുന്നത്. ഇത് മീഷോ തന്നെയാണ് കേട്ടോ. ആയിട്ടുള്ള റേറ്റ് എത്ര മീഷോ തന്നെയാണ് കേട്ടോ ഇതും വാങ്ങിയിട്ടുള്ളത്. മീഷോന്ന് വാങ്ങിയ സാധനങ്ങള് ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഫാൻസി ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇങ്ങനെ ഗ്രീൻ കളർ ആയതുകൊണ്ട് 2 ആൾക്കും ഗ്രീൻ സെറ്റ് വള തന്നെ ആദ്യം വാങ്ങി ഞങ്ങള്. പിന്നെ അടുത്ത ഞങ്ങൾ സിമ്പിളായി ഇടാൻ പറ്റിയ സ്റ്റെയിൻലെസ്സിന്റെ ഒരു സ്റ്റീൽ ചെറിയൊരു ലോക്കറ്റ് വരുന്ന, റൗണ്ട് ലോക്കറ്റ് വരുന്ന ഒരു ചെയിനും ലോക്കറ്റും പാടുള്ള ഒരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അതിന് സെയിം റിങ് ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഇത് രണ്ടും ഉണ്ടായിരുന്നപ്പോ പിന്നെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണോ വളയാണോ, ബ്രേസ്ലെറ്റ് മോഡലാണെന്ന് പറയാം. സിമ്പിളായിട്ട് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോ നല്ല രസം ഉണ്ടാവുമെന്ന് തോന്നി. ഒരു സെറ്റ് പോലെ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നെറ്റിച്ചിട്ട് വെച്ചാൽ പിന്നെ 5 അത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവൾക്ക് ഒരു നെറ്റിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റിങ്. കുഞ്ഞു 2 റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബണ്ണ്, സ്ലൈഡ്, അതുപോലെ ഇങ്ങനെ
അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഫാൻസി ഐറ്റംസും അതുപോലെ സെറ്റ് പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത കാണിച്ചതായിട്ട് അത് ഞങ്ങള് ഫയൂട്ടിക്കൻ സ്റ്റെപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലെതർ ടൈപ്പ് ആണ്, ഡെയിലി യൂസിന് പറ്റുന്നു പറഞ്ഞു. പക്ഷെ ലുക്ക് ജസ്റ്റ് ഫാൻസി പോലെ ഒരു ലുക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു കളർ ഇഷ്ടമായി, മോഡൽ ഇഷ്ടമായി. ഒരു മോഡേൺ ആണോ ചോദിച്ചാൽ മോഡലാണ്, സിമ്പിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ ആണ്. ആ ഒരു ടൈപ്പാണ്. ലെതർ ആണ്, ഡെയിലി യൂസിന് പറ്റുന്നു പറഞ്ഞു വാങ്ങിയതാണ്. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടത്. ഞാനും ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹീല് വരുന്നൊരു ചെരുപ്പ് ഞാനും പർച്ചേസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫാൻസിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മീഷോയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഷെസൂന് ഷൂ, ഒരു കുറച്ച് ഇങ്ങനെ പെർഫ്യൂമുകളും അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി അതെല്ലാം നമ്മുടെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ വീഡിയോയില് ഫംഗ്ഷൻസിന്റെ വീഡിയോസ് വരുമ്പോൾ അതിൽ ഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം ഇട്ടിട്ടുള്ള അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എടുക്കാൻ പറ്റിയ വീഡിയോ എത്രത്തോളം പറ്റുന്നറിയില്ല. ആ ഒരു തിരക്കിൽ എത്രത്തോളം എന്നെ കൊണ്ട് പറ്റുമോ അത്രത്തോളം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. മീഷോ എന്ന് വാങ്ങിയ സാധനത്തിന്റെ എല്ലാ ഫോട്ടോസ് കോഡും ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോ ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് ഫയൂട്ടിക്ക് ഞാൻ ഉണ്ടാക്കിയ ബോയാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫയൂന് ആ ഡ്രസ്സിന് മാച്ചായിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറെ ഐറ്റംസ് എന്റെ കലാപരിപാടിയിൽ കുറെ ഡ്രസ്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാൻ. നമ്മൾ സാരിക്ക് ഇടാൻ പറ്റിയൊരു വള നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആയിട്ട് യൂസ് ചെയ്യാം, ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കുറെ മുന്നേ വാങ്ങിയത്, പക്ഷെ ഇത് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ കല്യാണത്തിന് പോകാനുള്ള പാക്കിംഗ് അത് കഴിയുന്നേ ഉള്ളൂ കേട്ടോ. ഇനി കാണിച്ച സാധനങ്ങൾ മൊത്തം പാക്കിംഗ് ചെയ്യാനുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇനി പാക്ക് ചെയ്യാനും. ഡ്രസ് മാത്രം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ എത്രത്തോളന്നല്ല, ഇതിലും കൂടുതലുണ്ട്. ഇനി 2 പെട്ടി പുറത്തുണ്ട്. 4 ആൾക്കുള്ള എല്ലാ ഫംഗ്ഷൻസുള്ള ഡ്രസ്സാണ് മൊത്തം ഉള്ളത് കേട്ടോ. ഇനിയും ഉണ്ട് പാക്കിംഗ് ചെയ്യാനേ. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ ഫംഗ്ഷൻ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.